പത്മജയുടെ പ്രതികരണം കൂടി വരികയാണ്. കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ല എന്നാണ് NM വിജയന്റെ മരുമകൾ പത്മജ പറയുന്നത്. കരാർ പ്രകാരം ഇനി 5 ലക്ഷം രൂപ കോൺഗ്രസ് തരാനുണ്ട്. വീടിന്റെ ആധാരം ബാങ്കിൽ നിന്നും എടുത്തു തരാമെന്നും കരാറിലുണ്ട്. കരാർ വിഷയത്തിൽ KPCC പ്രസിഡന്റും സിദ്ദിഖും പറയുന്നത് പരസ്പര വിരുദ്ധ കാര്യങ്ങളെന്നും ആദ്യം അതിലൊരു വ്യക്തത വരുത്തട്ടെ എന്നും പത്മജ പറഞ്ഞു. ലിനറ്റാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത്. ലിനറ്റ്, ഇപ്പോൾ പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പാർട്ടിയെ ഇനി വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പാർട്ടിയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കരാർ പ്രകാരം ഇനിയും പണം ലഭിക്കാനുണ്ട് എന്ന് പറയുന്നു. കുറച്ചു മുൻപ് NM വിജയന്റെ മകൻ പറഞ്ഞതും അത്തരത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു വക്കീൽ മുഖേന T സിദ്ദിഖിന്റെ ഈ സാന്നിധ്യത്തിൽ തന്നെ ഈ കരാർ ഒപ്പിടുന്നു. പക്ഷേ പിന്നീട് വക്കീലുമായി ബന്ധപ്പെടുമ്പോൾ ഈ കരാർ MLA വാങ്ങിക്കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ NM വിജയന്റെ മകനും പറഞ്ഞത്. സത്യത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തത വരാനില്ലേ ലിനറ്റ് ഇനിയും? തീർച്ചയായും ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് തന്നെയാണ് T സിദ്ദിഖും അതോടൊപ്പം NM വിജയന്റെ കുടുംബവും വ്യക്തമാക്കുന്നത്. അല്പനേരം മുൻപ് പത്മജയും അതോടൊപ്പം തന്നെ NM വിജയന്റെ മകൻ വിജേഷും ഇത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇത്തരത്തിലൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 കാര്യങ്ങൾ ചെയ്തു എന്നാണ് സിദ്ദിഖ് ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് 20 ലക്ഷത്തോളം രൂപ അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോണുമായി ബന്ധപ്പെട്ട്, വീടിന്റെ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സിദ്ദിഖ് പറയുന്നത്. അതേസമയം തന്നെ ഈ കരാർ പ്രകാരം ഇനി 5 ലക്ഷം രൂപ തരാനുണ്ട് എന്നാണ് പത്മജയും അതോടൊപ്പം NM വിജയന്റെ കുടുംബവും ആവർത്തിച്ച് പറയുന്നത്. വീടിന്റെ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു തരാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തുടരെ ഇവർക്ക് കോളുകൾ വരുന്നുണ്ട്. ഇതേ തുടർന്നൊക്കെയാണ് ഈ പത്മജയടക്കം ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്ന് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് തുടങ്ങിയത് ലോൺ എടുത്താണെന്നും കോൺഗ്രസിൽ നിന്ന് നൽകിയ പണം ഉപയോഗിച്ചല്ല എന്നും പത്മജ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ അല്പനേരം മുൻപ് വിജേഷും അതോടൊപ്പം പത്മജയും ഒരേപോലെ പറഞ്ഞത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതോടൊപ്പം പത്മജയുടെ പ്രതികരണം കൂടി കേട്ടതിന് ശേഷം വരാം. വീടിന്റെ പട്ടയം എടുത്തു തരും. പിന്നെ ഈ 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഇനി ക്യാഷ് ആയിട്ട് തരും എന്നുള്ളത്. അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സണ്ണി ജോസഫ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു കരാറേ ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പൊ സിദ്ദീഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കി. ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. യെസ്, അപ്പോൾ അതാണ് പത്മജയ്ക്ക് പറയാനുള്ളത്. ഈ ലിനറ്റ് ഇപ്പോൾ ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞതും കുടുംബത്തിനെ സഹായിക്കേണ്ട പോലെയൊക്കെ ഈ പാർട്ടി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അങ്ങനെയാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹം വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ എടുത്തതും. അങ്ങനെ തന്നെയായിരുന്നു പ്രതികരണമൊക്കെയും. അതിന് പിന്നാലെ ഈ T സിദ്ദിഖിന്റെ പ്രതികരണം അദ്ദേഹം മറ്റൊരു തരത്തിൽ പറയുന്നു. ഇപ്പം പത്മജ പറഞ്ഞ പോലെ 2 നേതാക്കൾ 2 തരത്തിൽ പറയുന്നു. പത്മജയുടെയും വിജേഷിന്റെയും ഒക്കെ ആരോപണം വേറൊന്നാണ്. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വന്നേ മതിയാവുകയുള്ളൂ. അതിൽ കോൺഗ്രസ് നേതൃത്വം അതിലൊരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ലിനറ്റ്? തീർച്ചയായും ഇത്തരത്തിൽ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആത്മഹത്യകളും അതോടൊപ്പം ആത്മഹത്യാ ശ്രമങ്ങളും ഈ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഇതിലൊരു വ്യക്തത വന്നില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് NM വിജയന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഈ ഒരു കരാറുമായിട്ടുള്ള കാര്യങ്ങൾ ഈ KPCC പ്രസിഡന്റിന് പഠിക്കാനാണ് ഇത്തരത്തിൽ ഈ ഒരു കരാർ നൽകിയത് എന്നാണ് T സിദ്ദിഖ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു KPCC പ്രസിഡന്റ് ഈ കരാർ നിലനിൽക്കില്ല എന്നാണ് മാധ്യമങ്ങളോട് ഇന്നലെ പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈരുദ്ധ്യം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉപസമിതിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എത്തിയത്. ഇത്തരത്തിലൊരു കരാർ ഒപ്പിടാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഉപസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കരാർ രേഖ തന്നെ ഈ ഒരു കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. സേതു, ഓക്കെ ലിനറ്റ്, ശരി. അപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ച് പാർട്ടി ഒന്നാകെ വെട്ടിലായിട്ടുണ്ട്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ആകെ വെട്ടിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്മജയുടെയൊക്കെയും ഈ വെളിപ്പെടുത്തലും അതിന് പിന്നാലെ ഈ നടക്കുന്ന വിവാദങ്ങളൊക്കെയും നേതാക്കളുടെയൊക്കെ പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. ലിനറ്റാണ് വിവരങ്ങൾ